കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷികം ഇതായി ചൊവ്വാഴ്ച നടക്കാൻ പോവുകയാണ്. അതിലെന്ത് കാര്യം? പാർട്ടി അത്തരം അനുസ്മരണ യോഗങ്ങൾ നടത്തും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് PV അൻവർ കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ യോഗം നടത്തുവാനുള്ള ആലോചനകൾ, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എത്രമാത്രം ശരിയുണ്ട് കാര്യത്തിൽ എന്നത് ഞങ്ങൾക്ക് നിശ്ചയമില്ല. സ്ഥിരീകരണത്തിന് വേണ്ടി ഞങ്ങൾ പലതും ബന്ധപ്പെട്ടപ്പോൾ ആ സ്ഥിരീകരണത്തിനുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. പക്ഷേ PV അൻവർ ഈ അടുത്ത കാലത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ എടുത്തിട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണം നടത്താൻ ഉള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ശരിയായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണം നടത്താൻ CPM മാത്രമല്ലല്ലോ അധികാരമുള്ളത്. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അൻവറും ആ കാലഘട്ടത്തിൽ CPM കാരനായിരുന്നു, ഇപ്പോഴും CPM കാരനാണ്. ഞാൻ CPM വിട്ടു പോയിട്ടില്ല എന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അൻവറിന് മൊഴി ചൊല്ലിയിട്ട് അൻവറുമായിട്ട് ഞങ്ങൾക്ക് ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് CPM പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഇനി CPM കാരനല്ല. ഇനി അൻവർ അത് ഔദ്യോഗികമായിട്ട് പറയാനും പറഞ്ഞില്ലെങ്കിലും, പറയേണ്ടത് മാത്രമാണ് ഇനിയുള്ളത്, പറഞ്ഞില്ലെങ്കിലും അയാൾ ഇനി CPM കാരനല്ല. പക്ഷേ അദ്ദേഹത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ യോഗം നടത്തുവാനുള്ള അവകാശമുണ്ട്. കാരണം അത് ഒരു കോടിയേരിയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ പാർട്ടിയോടൊപ്പം നിന്ന ആളെന്നുള്ള നിലയിൽ അൻവറിന് കോടിയേരിയുടെ അനുസ്മരണ യോഗം നടത്താൻ പ്രശ്നമൊന്നുമില്ല. ഇനി ഈ അനുസ്മരണ യോഗത്തിൽ ആരൊക്കെ ആയിരിക്കും പങ്കെടുക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ അടുത്ത ചിന്തിക്കേണ്ടത്. അൻവർ ഒരു കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിനകത്ത് ആരൊക്കെ കോടിയേരിയെക്കുറിച്ച് അനുസ്മരണം നടത്താൻ എത്തും? CPM സ്വതന്ത്രന്മാരായ MLA മാരും അല്ലെങ്കിൽ അനുഭാവികളായി ആ നാട്ടിലുള്ള വേറെ ചില പ്രമുഖ വ്യക്തികളും അതിൽ പങ്കെടുത്തുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ ഉണ്ടാകും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞായറാഴ്ച അൻവർ ഒരു പൊതു സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ച് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അവരുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ പൊതു പരിപാടിയായിരിക്കും കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം എന്ന് പറയുന്നത്, സമ്മേളനം എന്ന് പറയുന്നത്. അത് നടക്കുമോ ഇല്ലേ എന്നതിനെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. നടത്തും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുമില്ല. പക്ഷെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇനി ഈ സമ്മേളനം നടത്താൻ CPM-കാർ അനുവദിക്കുമോ? CPM സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തിരിക്കുന്നത് PV അൻവറിനെതിരായി രംഗത്തിറങ്ങണം എന്നാണ്. CPM അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിൽ ഒരുപാട് തലങ്ങളുണ്ട്. CPM-നെതിരായിട്ട് രംഗത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യപരമായിട്ട് രംഗത്തിറങ്ങണമെന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ കായികമായിട്ട് ഇറങ്ങാനും നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന ഒരു ആഹ്വാനം തന്നെയാണ് അതിനകത്തുള്ളത്. CPM-നെതിരായിട്ട് അൻവറിനെതിരായിട്ട് ഇറങ്ങണം CPM അണികൾ എന്ന് പറയുമ്പോൾ CPM-ന്റെ അണികളെ ഭംഗിയായിട്ട് നമുക്കറിയാം. അവർ വെറും ഒരു പ്രതിഷേധ യോഗങ്ങളും ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ അതിൽ മാത്രം നിൽക്കില്ല. കായികമായി PV അൻവറിനെയും കൂടെ നിൽക്കുന്നവരെയും ഭയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം CPM-നുണ്ടാകും. പണ്ടത്തെ പോലെ CPM-ന് അങ്ങനെ കായികമായി ഒരു അടിച്ചമർത്തി വിരട്ടി നിർത്താൻ കഴിയുമോ എന്നുള്ളത് ഇനി കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം പ്രദേശത്താണ്. മലപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് PV അൻവർ. എത്രമാത്രം ഈ കായിക അടിച്ചമർത്തൽ നടക്കും എന്ന് ഇനി കണ്ടറിയണം. എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണം ഇപ്പോൾ CPM ഔദ്യോഗികമായി ആചരിക്കുമ്പോൾ PV അൻവറും അത് ഔദ്യോഗികമായിട്ട് ആചരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്.